കാറ്റത്ത് കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തൻ്റെ സർട്ടിഫിക്കറ്റിനായി നിധി വീണ്ടും ചേട്ടത്തി സാന്ദ്രയെ വിളിക്കുന്നുണ്ട്. സാന്ദ്ര കോൾ എടുക്കുമ്പോഴേക്കും അച്ഛൻ എങ്ങനെയുണ്ടെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലെന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും താൻ അച്ഛനെ വിളിച്ചിരുന്നുവെന്നും അച്ഛനോട് സംസാരിക്കാൻ കൂട്ടാക്കിയതില്ല എന്നും നിധി പറയുന്നുണ്ട്. നടന്ന കാര്യങ്ങളൊന്നും ഈ വീട്ടിലെ ആരും മറക്കില്ലെന്നും അവർക്കെല്ലാം നിധിയോട് ദേഷ്യമാണെന്നും നിന്നെ വിളിക്കുന്നത് കണ്ട അരുണേട്ടൻ ഇനിയും തന്നോട് ദേഷ്യപ്പെടുമെന്നും ഇപ്പോൾ അവരെല്ലാം പുറത്തു പോയതിനാലാ താൻ വിളിക്കുന്നതെന്നും നിധിക്കവിടെ എങ്ങനെയുണ്ടെന്നും സാന്ദ്ര ചോദിക്കുന്നുണ്ട്. സുധീഷിന്റെ വീടിനെ പറ്റി അരുണേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് എനിക്ക് നല്ല പേടിയുണ്ട്. നീ ഇങ്ങനെയൊരു തീരുമാനം എന്തിനെടുത്തെന്ന് എനിക്കിപ്പോഴും അറിയില്ല നിധി എന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും എല്ലാവരും തെറ്റിദ്ധാരണ കണ്ട് ഓരോന്ന് പറയുന്നതാണെന്നും തന്നെ കൊണ്ട് ഇവിടെ കഴിയാനാവില്ലെന്നും നിധി പറയുന്നുണ്ട്. എന്തുപറ്റി, അവിടെ ആരെങ്കിലും നിന്നെ വഴക്കു പറഞ്ഞോ? ആ വീട്ടിൽ 5 ആണുങ്ങൾ മാത്രമേ താമസിക്കുന്നുള്ളൂവെന്ന് അരുണേട്ടൻ പറഞ്ഞു. അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ലെന്നും ഇവിടെയുള്ളവരെല്ലാം എന്നെ നല്ല പോലെ കെയർ ചെയ്യുന്നുണ്ടെന്നും എന്നാലും എനിക്ക് ഈ വീട്ടിൽ ഇനി തുടരാനാവില്ലെന്നും തനിക്കിവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും നിധി പറയുമ്പോൾ ആ സുധീഷിന്റെ അച്ഛൻ നല്ല കുടിയനാണെന്ന് കേട്ടോ, അയാളെ കൊണ്ട് എന്തെങ്കിലും ദ്രോഹമുണ്ടോ നിനക്കെന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ലെന്നും തനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ലെന്നും താനിവിടെ കംഫർട്ട് അല്ലെന്നും നിധി പറയുമ്പോഴേക്കും ഇപ്പോൾ ഞാൻ എന്തു ചെയ്യണമെന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. ഞാനൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നും അതിന് സർട്ടിഫിക്കറ്റ് വേണമെന്നും സർട്ടിഫിക്കറ്റ്സും ഐഡന്റിറ്റി കാർഡും കിട്ടിയാൽ മാത്രമേ തനിക്ക് എവിടെയെങ്കിലും ജോലി ലഭിക്കൂവെന്നും എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ താൻ അപ്പോൾ തന്നെ ഈ വീട് വിട്ടിറങ്ങുമെന്നും ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി താമസിക്കാനാണ് തീരുമാനമെന്നും നിധി പറയുന്നുണ്ട്. ഇതികൾക്ക് സാന്ദ്രയും അമ്പരപ്പോടെ കല്യാണം കഴിഞ്ഞു ചെന്നിട്ട് ഹോസ്റ്റലിൽ പോകണമെന്ന് പറയുന്നു. അപ്പോൾ സുധീഷിന്റെ കാര്യമോ എന്ന് സാന്ദ്ര ചോദിക്കുന്നുണ്ട്. താൻ അതെല്ലാം പിന്നീട് പറയാമെന്നും ആരെങ്കിലും വന്ന ഉടനെ തന്നെ കോൾ കട്ട് ചെയ്യണമെന്നും തനിക്ക് ആ സർട്ടിഫിക്കറ്റ് വേണമെന്നും എങ്ങനെയെങ്കിലും അതൊന്ന് എടുത്തു തരുമോ എന്നും നിധി ചോദിക്കുമ്പോൾ താൻ ശ്രമിക്കാമെന്നും അത് അച്ഛൻ്റെ റൂമിലാണെന്നും എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. തനിക്കിപ്പോ ചേട്ടത്തി മാത്രമേ ഒരാശ്രയമുള്ളൂവെന്നും എങ്ങനെയെങ്കിലും ആ സർട്ടിഫിക്കറ്റ് എടുത്തു തരണമെന്നും ഡോക്യുമെന്റ്സ് എല്ലാം കിട്ടിയാൽ മാത്രമേ താൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ എന്നും തന്നെ സഹായിക്കണമെന്നും നിധി പറയുമ്പോൾ എന്തു ചെയ്യാൻ കഴിയുമെന്ന് താൻ നോക്കട്ടെ എന്ന് സാന്ദ്രയും പറയുന്നുണ്ട്. ഡോക്യുമെന്റ്സ് എടുത്തിട്ട് വിളിക്കണമെന്നും സാന്ദ്രയുടെ വിളിക്കായി താൻ കാത്തിരിക്കുമെന്നും നിധി പറയുമ്പോഴേക്കും എടുത്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് സാന്ദ്രയും കോൾ കട്ട് ചെയ്യുന്നുണ്ട്. രാത്രിയാവുമ്പോൾ ഹരീഷും നികേഷും ഡൈനിങ് ഹാളിലിരിക്കുമ്പോഴാണ് സുധീഷ് ആരെയോ കോൾ ചെയ്തുകൊണ്ട് അങ്ങോട്ട് വരുന്ന സുഭാഷും അവൻ കോൾ നിർത്തുമ്പോഴേക്കും അവനെ വേറൊരു റൂമിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് രാവിലെ താൻ 2-3 പ്രാവശ്യം കോൾ ചെയ്തെങ്കിലും എന്താ എടുക്കാഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. താൻ കണ്ടില്ലെന്ന് സുധീഷ് പറയുമ്പോഴേക്കും രാവിലെ ആ കുട്ടി വന്ന് എന്നോട് എന്തെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും നീ ഒന്നും അറിയാത്ത പോലെ നിന്നു. അങ്ങനെ ജോലിക്കാരൻ ചോദിച്ചാ ഞാൻ ജോലിയും തേടി എവിടെ പോവാനാ? എനിക്ക് ഒരു ആർക്കിടെക്റ്റിനെയും അറിയില്ല. ഞാൻ എങ്ങനെ അവൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കും? എന്തിനാ ഇതിൽപ്പെടുത്തി എന്നെ നീ കഷ്ടപ്പെടുത്തിയതെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കാനിടയാവുന്ന ഹരീഷും സംശയത്തോടെ അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. സുധീഷ് അവനെ വഴക്കു പറഞ്ഞ് പുറത്തേക്ക് പോയെന്ന് പറയുമ്പോഴേക്കും എന്താ കാര്യമെന്ന് ഹരീഷും സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട്. നിധി ആർക്കിടെക്റ്റ് ആണ് പഠിച്ചതെന്നും അവളോട് ഞാൻ മേസ്തിരിയാണെന്ന് പറയാതെ വലിയൊരു ആർക്കിടെക്റ്റ് ആണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു ഇവൻ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും വേണ്ടിടത്തും വേണ്ടാത്തതുമൊക്കെ കള്ളം പറയുന്നതല്ലേ സുധീഷ് ഏട്ടൻ്റെ ജോലിയെന്ന് ഹരീഷും പറയുന്നുണ്ട്. ഞാൻ ആർക്കിടെക്റ്റ് ആണെന്ന് വിചാരിച്ച് ആ കുട്ടി എന്നോട് ജോലി എന്തെങ്കിലും ഉണ്ടോയെന്ന് അന്വേഷിച്ചിരിക്കുക. ഞാനിപ്പോൾ എന്തു ചെയ്യും? രാവിലെ ആ കുട്ടി എന്നോട് ജോലി വേണമെന്ന് പറയുമ്പോൾ അതെല്ലാം എൻ്റെ ചേട്ടൻ റെഡിയാക്കി തരുമെന്ന് പറഞ്ഞത് നീയല്ലേ? ഒരു ദിവസം തന്നെ അവളോട് കള്ളം പറഞ്ഞത് ശരിയല്ല. നാളെ അവൾ എൻ്റെ ജോലി എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? പറയടാ, ഞാൻ ആർക്കിടെക്റ്റ് അല്ലെന്ന് പറയണോ? അല്ലെങ്കിൽ ജോലി വാങ്ങി തരില്ലെന്ന് പറയണോ? അല്ലെങ്കിൽ ഞാൻ ആർക്കിടെക്റ്റ് ആണ്, നിനക്ക് ജോലി വാങ്ങി തരില്ലെന്ന് പറയണോ? ഞാൻ എന്തു ചെയ്യണമെന്ന് ടെൻഷനോടെ സുഭാഷ് ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയണമെന്ന് സുധീഷും പറയുന്നു. അതെ, നീ കള്ളങ്ങൾ പറയും, അത് ഞാൻ സമ്മതിച്ചു കൊടുക്കണമല്ലേ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ, ഇയാളുടെ ഇഷ്ടത്തിന് കള്ളങ്ങൾ പറയും, അത് നിങ്ങളും സപ്പോർട്ട് ചെയ്യുകയാണോ? ഇനി ഒരു പ്രാവശ്യം കൂടി ഏട്ടത്തി വന്ന് ജോലി തിരക്കിയ താൻ ആർക്കിടെക്റ്റ് അല്ലെന്നും മേസ്തിരിയാണെന്നും അങ്ങോട്ട് പറഞ്ഞേക്ക്. അവർ ഇയാളെ തെറ്റുകാരനായി കണ്ടാലും വേണ്ടില്ല, വീട്ടിലുള്ളവരെ തെറ്റുകാരാണെന്ന് വിചാരിക്കരുത്. അങ്ങനെ ചെയ്താൽ അവർക്ക് നമ്മളിലുള്ള വിശ്വാസം പോകുമെന്ന് ഹരീഷ് പറയുന്നുണ്ട്. അത് കേൾക്കെ താൻ കല്യാണം കഴിച്ചത് ഇഷ്ടമായില്ലെന്നും തൻ്റെ ജീവിതം നശിച്ചു പോകണമെന്ന ചിന്തയെ ഇവനുള്ളൂവെന്നും സുധീഷ് ഹരീഷിനെ കുറിച്ച് പറയുന്നുണ്ട്. താൻ അങ്ങനെ പറഞ്ഞൊന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും നീ അങ്ങനെ തന്നെയാ പറഞ്ഞതെന്ന് സുധീഷും. അവരുടെ ബഹളമെല്ലാം കേട്ട് നികേഷും അങ്ങോട്ട് വന്ന് ഏടത്തിയമ്മ അപ്പുറത്തുള്ളത് ഓർമ്മയില്ലേ, ഒന്ന് വഴക്കുണ്ടാക്കാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. സുധീഷ് അപ്പോഴേക്കും സുഭാഷിനോടായി ഹരീഷ് പറയുന്നതൊന്നും കേൾക്കരുതെന്നും തൻ്റെ ജീവിതം നശിച്ചു കാണാനാ അവൻ ആഗ്രഹിക്കുന്നതെന്നും
പറയുമ്പോഴേക്കും കള്ളങ്ങൾ പറഞ്ഞ് ഇയാൾ തന്നെ ഇയാളുടെ ജീവിതം നശിപ്പിക്കുമെന്നും അല്ലാതെ ഞാൻ പറഞ്ഞിട്ടല്ല അത് നശിക്കുന്നതെന്നും ഹരീഷും പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും അത് കള്ളത്തിലെ അവസാനിക്കൂ. ഞങ്ങളെല്ലാം പറ്റി നിങ്ങൾ എന്താ അവരോട് പറഞ്ഞിരിക്കുന്നത്? ഞാൻ കളക്ടറാണെന്നും ഇവൻ ഡോക്ടർ ആവാൻ പഠിക്കുകയാണെന്നും പറഞ്ഞിട്ടുണ്ടോ? എന്താ പറഞ്ഞതെന്ന് പറ എന്ന് ഹരീഷ് സുധീഷിനോടായി ചോദിക്കുമ്പോഴേക്കും സത്യം പറ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോന്ന് സുഭാഷും സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നും ചേട്ടനെ പറ്റി മാത്രമേ താൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂവെന്നും സുധീഷ് വീണ്ടും കള്ളം പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, ഇയാളെ വിശ്വസിക്കരുതെന്നും ഇവൻ സത്യമായിട്ടും എന്തെങ്കിലോ കള്ളം പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടെന്നും എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും അതിനെ ചോദ്യം ചെയ്ത് സുധീഷും ഹരീഷും തമ്മിൽ വഴക്കാവുന്നുണ്ട്. നികേഷും അവരെ തടഞ്ഞോണ്ട് നിങ്ങൾ തമ്മിൽ വഴക്കടിക്കുന്നത് കണ്ടാൽ ഏട്ടത്തിക്ക് പേടിയാവുമെന്നും ഈ വീട് ഒരു വീടായി മാറിയത് ഏട്ടത്തിയമ്മ വന്നതിന് ശേഷമാണെന്നും അതില്ലാതാക്കരുതെന്നും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് കണ്ടാൽ അവർ ഇപ്പോൾ തന്നെ ഈ വീട് വിട്ട് ഇറങ്ങി പോകുമെന്നും നികേഷ് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷ് വീണ്ടും ഹരീഷിനോട് വഴക്കിടാൻ വരുമ്പോഴേക്കും നികേഷും സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞ് എല്ലാവരെയും പറ്റിക്കുന്നതെന്ന്. താനാരെയും പറ്റിച്ചിട്ടില്ലെന്നും ഇനി മുതൽ അവൾ ജോലിക്കാരൻ പറയാതെ താൻ ശ്രദ്ധിക്കാമെന്നും താനങ്ങനെ കള്ളം പറയാറില്ലെന്നും ഓരോ സാഹചര്യം വന്നപ്പോൾ കള്ളം പറഞ്ഞു പോയതാണെന്നും എന്ന് വെച്ച് താൻ പറയുന്നതെല്ലാം കള്ളമാണെന്ന് പറയരുതെന്നും പറഞ്ഞുകൊണ്ട് സുധീഷും അവിടുന്ന് പോകുന്നുണ്ട്. അവിടെ നിധിയുടെ വീട്ടിൽ നിധിയുടെ അമ്മ ഹേമ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സാന്ദ്ര അവരുടെ അടുത്തേക്ക് വരുന്നത്. നിധിക്ക് ഇഷ്ടപ്പെട്ടൊരു കറിയാണ് താൻ ഉണ്ടാക്കുന്നതെന്നും അതുണ്ടാക്കുമ്പോൾ അവളുടെ ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നുവെന്നും അവൾക്കവിടെ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടോ, നല്ലപോലെ ഉറങ്ങാൻ കഴിയുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. ഇന്നലെ അവൾ അച്ഛനെ കോൾ ചെയ്തെന്നും തന്റെ മകൾ മരിച്ചുപോയെന്ന് പറഞ്ഞ് അദ്ദേഹം കോൾ കട്ട് ചെയ്തെന്നും എന്തു കാര്യം പറയാനായ അവൾ വിളിച്ചതെന്ന് അറിയില്ലെന്നും ഹേമ പറയുമ്പോഴേക്കും നിധി തന്നെ കോൾ ചെയ്ത വിവരം സാന്ദ്ര പറയുന്നുണ്ട്. നിധി നിന്നെ വിളിച്ചെന്നോ? എന്നിട്ട് അവൾ എന്തു പറഞ്ഞു? അവൾക്കവിടെ സുഖം തന്നെയല്ലേ? ആ കുടുംബത്തിന്റെ കാര്യമോർത്ത് എനിക്ക് പേടിയാവുന്നുണ്ട്. നിന്നോടവൾ അവൾക്കവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞോ എന്ന് ഹേമ ചോദിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടെന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ അവിടെ താമസിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു എന്ന് സാന്ദ്ര പറയുമ്പോൾ താമസിക്കാൻ പറ്റില്ലെന്നോ? അപ്പോൾ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ എന്ന് ഹേമയും ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ലെന്നും അവൾ ജോലിക്കായി ശ്രമിക്കുന്നുണ്ടെന്നും ജോലി കിട്ടിയ ഹോസ്റ്റലിലേക്ക് താമസം മാറുമെന്നും എന്ന് സാന്ദ്ര പറയുമ്പോൾ കല്യാണം കഴിഞ്ഞവൾ എന്തിന് ഹോസ്റ്റലിൽ താമസിക്കണം? അപ്പോൾ അവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ഹേമ ചോദിക്കുന്നുണ്ട്. 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാണെന്നല്ലേ അരുൺ പറഞ്ഞത്? അവൾക്ക് എങ്ങനെ അവിടെ താമസിക്കാൻ കഴിയും? എന്തോ പ്രശ്നമുണ്ട്, അതാണ് അവൾ ഹോസ്റ്റലിലേക്ക് താമസം മാറണമെന്ന് പറയുന്നത് എന്ന് ഹേമ സംശയത്തോടെ പറയുമ്പോൾ ഞാനും എന്താ കാര്യമെന്ന് ചോദിച്ചെന്നും അതിനെപ്പറ്റി കൂടുതലൊന്നും ചോദിക്കേണ്ടെന്ന് പറഞ്ഞെന്നും അവൾക്ക് അവളുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞെന്നും ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും ID പ്രൂഫും കിട്ടിയാൽ മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂവെന്നും ഒരു ജോലി എവിടെയെങ്കിലും കിട്ടിയാൽ ഉടനെ തന്നെ ആ വീട്ടിൽ നിന്ന് താമസം മാറുമെന്ന് പറഞ്ഞെന്നും സാന്ദ്ര പറയുന്നുണ്ട്. അവളുടെ കാര്യമോർത്ത് തനിക്ക് നല്ല സങ്കടമുണ്ടെന്നും എങ്ങനെയെങ്കിലും അവളുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തൂടെയെന്നും സാന്ദ്ര ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഫുഡ് കഴിക്കാനായി രാജീവും അരുണും അങ്ങോട്ടെത്തുന്നുണ്ട്. രാജീവിന് ഫുഡ് കൊടുക്കുന്നതിനിടയിൽ നിധി സാന്ദ്രയെ വിളിച്ച കാര്യം രാജീവിനോടായി ഹേമ പറയുന്നുണ്ട്. ആ വീട്ടിൽ താമസിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞെന്നും അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നെന്നും ഹോസ്റ്റലിൽ പോയി താമസിക്കണമെന്ന് പറഞ്ഞെന്നും അങ്ങനെ ഹോസ്റ്റലിലേക്ക് താമസം മാറണമെങ്കിൽ ആ വീട്ടിൽ എന്തോ പ്രശ്നമില്ലേ എന്നും ഹേമ ചോദിക്കുന്നുണ്ട്. 5 ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ അവൾ എങ്ങനെ താമസിക്കുമെന്നും നിങ്ങൾക്ക് അവളോടുള്ള ദേഷ്യമെല്ലാം ഒഴിവാക്കണമെന്നും അവളെ ഇനിയും അവിടെ നിർത്തി കഷ്ടപ്പെടുത്തരുതെന്നും ഉടനെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്നും ഹേമ രാജീവിനോടായി പറയുന്നുണ്ട്. സാന്ദ്രയെ നിധി വിളിച്ച കാര്യം കേട്ട അരുണും സാന്ദ്രയെ വഴക്കു പറയുന്നുണ്ട്. അത് കേൾക്കെ ഹേമയും അരുണിന് വഴക്കു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം അതല്ലെന്നും അവൾ സംസാരിച്ചത് കൊണ്ടല്ലേ നിന്റെ അനിയത്തി ആ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടതകളെപ്പറ്റി നമുക്കറിയാൻ പറ്റിയതെന്നും ഹേമ ചോദിക്കുന്നുണ്ട്. എന്നിട്ടവർ രാജീവിനോടായി പറയുന്നുണ്ട്, ആദ്യം തന്നെ നിധിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്നും അവൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം നിങ്ങൾ അവളെ അടിക്കുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു കുഴപ്പവുമില്ല, പക്ഷേ ഇനി മുതൽ അവൾ അവിടെ താമസിക്കാൻ പാടില്ല എന്ന് ഹേമ പറയുമ്പോഴേക്കും അതുവരെ ഒന്നും മിണ്ടാതിരുന്ന രാജീവിനും ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയിക്കോ. രാത്രിയും പകലും അവളെ കാണാതെ അലഞ്ഞു നടന്നത് ഞാനാ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് തിരികെ വരാൻ ഞാൻ അവളോട് എത്ര തവണ കെഞ്ചി. അവൾ അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ ആ ഡ്രൈവറുടെ കൈയും പിടിച്ച് ഒരേ നിൽപ്പായിരുന്നു. എന്റെ കൺമുന്നിൽ വെച്ച അവൾ ആ ഡ്രൈവറെ കല്യാണം കഴിച്ചത്. ആ നിമിഷം എന്റെ മനസ്സ് എത്ര തകർന്നു പോയിന്ന് നിനക്കറിയോ? ഇപ്പോ അവൾക്ക് അവിടെ കഷ്ടപ്പാടാ, അവളെ കൂട്ടിയിട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഇങ്ങനെ വരുമെന്ന് അറിഞ്ഞതുകൊണ്ടാ അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോവല്ലേ എന്ന് അവളോട് 100 വട്ടം പറഞ്ഞത്.
പറഞ്ഞത്. അവൾ അത് കേട്ടോ എന്ന് രാജീവും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അവൾ അങ്ങനെ ചെയ്തതും പറഞ്ഞതുമെല്ലാം തെറ്റാണെങ്കിലും അവളെ ഇങ്ങനെ കഷ്ടപ്പെടാൻ വിടണോ എന്ന് ഹേമ വീണ്ടും ചോദിക്കുന്നുണ്ട്. നീ ഇങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ലെന്നും അവളെ ഇനി തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം ഒരിക്കലും നടക്കില്ലെന്നും രാജീവും തീർത്തു പറയുന്നുണ്ട്. അത് കേൾക്കെ ഹേമയും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നില്ലെങ്കിൽ താനും ജീവനോടെ ഉണ്ടാവില്ലെന്നും മരിച്ചു കളയുമെന്നും തീർത്തു പറയുന്നുണ്ട്. എന്താ അമ്മ ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ താൻ 10 മാസം നൊന്തു പ്രസവിച്ച തൻ്റെ മകളാണതെന്നും അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും താനത് സമ്മതിക്കുന്നുവെന്നും നാളെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്തു ചെയ്യും? അരുണിനെ പോലെ തന്നെയാണ് നിധിയും എനിക്ക്. അവളുടെ ജീവിതം എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. ഒന്നുകിൽ അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ അവളുടെ കഷ്ടതകൾ കാണാൻ നിൽക്കാതെ ഞാൻ മരിച്ചു പോകണമെന്ന് ഹേമ പറയുമ്പോഴേക്കും രാജീവും ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് ഹേമ സാന്ദ്രയുടെ അടുത്തേക്ക് ചെന്ന് നിധിയെ കോൾ ചെയ്യാനായി പറയുന്നുണ്ട്. താൻ നിധിയെ വിളിച്ച കാര്യം അരുണേട്ടൻ അറിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും ഞാനല്ലേ അവളെ വിളിക്കാൻ പറയുന്നത്, ഉടനെ അവളെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ എന്ന് ഹേമ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ അവൾ ഇങ്ങോട്ട് വരുമെന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ അവൾ സർട്ടിഫിക്കറ്റ് വേണമെന്നല്ലേ പറഞ്ഞത്, സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞ് അവളെ ഇങ്ങോട്ട് വിളിക്കെന്ന് ഹേമയും. സർട്ടിഫിക്കറ്റ് വാങ്ങാനായി ഇങ്ങോട്ട് എത്തുന്ന അവളെ പിന്നെ ഈ വീട്ടിൽ നിന്ന് വിടരുത്. അവിടെ താമസിക്കാൻ കഴിയാതെ അവൾ ഹോസ്റ്റൽ തരികയാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്. അവളെന്തിന് അങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കണം? അവൾ ഇങ്ങോട്ട് വരട്ടെ, അവളെ നമുക്ക് ഇവിടെ പിടിച്ചു നിർത്താമെന്ന് ഹേമ പറയുന്നുണ്ട്. അച്ഛൻ അതിന് സമ്മതിക്കുമെന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ അവളെ ഒരു തവണ കണ്ടാൽ മാത്രം മതി, അച്ഛന്റെ പിണക്കങ്ങളെല്ലാം തീരുമെന്നും അച്ഛനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാമെന്നും ആദ്യം നീ അവളെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ എന്നും ഹേമ പറയുന്നുണ്ട്. സാന്ദ്ര ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും ഹേമ അവളുടെ മൊബൈൽ എടുത്തു കൊടുത്തുകൊണ്ട് നിധിയെ വിളിക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. നിധി കോൾ എടുത്തുകൊണ്ട് സാന്ദ്ര എടുത്തി സർട്ടിഫിക്കറ്റ് എല്ലാം എടുക്കാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും മൊബൈൽ സ്പീക്കറിലിടാനായി ഹേമയും പറയുന്നുണ്ട്. സാന്ദ്ര മൊബൈൽ സ്പീക്കറിലിട്ടോണ്ട് സർട്ടിഫിക്കറ്റുമായി തനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ലെന്നും അവൾ തക്കലയിലേക്ക് വരണമെന്നും സാന്ദ്ര പറയുന്നുണ്ട്. അത് കേൾക്കെ വീട്ടിലേക്ക് വരാനോ എന്ന് നിധിയും. ഹേമയും അതേ എന്ന് ആംഗ്യം കാണിക്കുമ്പോഴേക്കും സാന്ദ്ര അവളോടായി തക്കലയിലേക്ക് എത്തിയാൽ താൻ എങ്ങനെയെങ്കിലും സർട്ടിഫിക്കറ്റ് കൊണ്ടുതരാമെന്നും അവളോട് അങ്ങോട്ട് വരാമോ എന്നും സാന്ദ്ര ചോദിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് എല്ലാം കയ്യിൽ കെട്ടിയോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. താനതെടുത്തെന്നും പക്ഷേ അങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ലെന്നും വേറെ ആരുടെ കയ്യിലും കൊടുക്കാനും പറ്റില്ലല്ലോ എന്നും അത് വലിയ പ്രശ്നമാവുമെന്നും നീ ഇങ്ങോട്ട് വന്ന് വാങ്ങുമോ എന്നും സാന്ദ്ര നിധിയോടായി ചോദിക്കുന്നുണ്ട്. ഇന്നു തന്നെ താൻ എത്താമെന്ന് നിധി പറയുമ്പോഴേക്കും ഹേമയും അത് അംഗീകരിച്ചുകൊണ്ട് ഇന്ന് തന്നെ വരാൻ പറ, വരുമ്പോൾ അവളോട് ഒറ്റയ്ക്ക് വരാൻ പറ എന്നും സാന്ദ്രയോടായി പറയുന്നുണ്ട്. സാന്ദ്ര അവളെ വിളിച്ച് അത് ഓക്കെയാണെന്നും വരുമ്പോൾ നീ മാത്രം വരണമെന്നും സുധീഷിനെ കൂട്ടി വരരുതെന്നും ഓർമ്മിപ്പിക്കുമ്പോഴേക്കും താൻ തനിയെ വരാമെന്ന് പറഞ്ഞ് നിധിയും കോൾ വെക്കുന്നുണ്ട്. കോൾ വെച്ച സാന്ദ്ര ഹേമയോടായി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്തിനാ, അച്ഛൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതെല്ലാം താൻ നോക്കിക്കോളാമെന്നും ആദ്യം അവൾ ഇങ്ങോട്ട് വരട്ടെ എന്നും ഇങ്ങോട്ട് വന്ന അവളെ ഇനി ഇവിടുന്ന് വിടില്ലെന്നും ഹേമയും തീർത്തു പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റിനായി സാന്ദ്ര വിളിക്കുമ്പോഴേക്കും നിധിയും സന്തോഷം കൊണ്ട് അക്കാര്യം സുഭാഷിനെയും സുധീഷിനെയും അറിയിക്കുന്നുണ്ട്. അവിടെ പോയി വാങ്ങണമെന്നും താൻ അത് വാങ്ങാൻ പോവട്ടെ എന്നും നിധി ചോദിക്കുമ്പോഴേക്കും ഇന്നു തന്നെ പോകണമെന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. ഇന്നു തന്നെ പോകണമെന്നും സാന്ദ്ര അടുത്തി എന്നോട് സംസാരിച്ചത് വീട്ടിൽ ആർക്കും അറിയില്ലെന്നും എല്ലാത്തിന്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്നും അതുകൊണ്ടാണ് നേരിട്ട് വന്ന് വാങ്ങാൻ പറഞ്ഞതെന്നും താൻ ഉടനെ പോയി വാങ്ങിയിട്ട് വരാമെന്ന് നിധി പറയുമ്പോഴേക്കും താൻ കാർ എടുത്തോണ്ട് വരാം, ഉടനെ പോയിട്ട് വരാമെന്ന് സുധീഷും പറയുന്നുണ്ട്. താൻ മാത്രം പോയിട്ട് വരാമെന്നും സുധീഷ് വരണ്ടെന്നും നിധി പറയുമ്പോൾ ഞാൻ കൂടെ വന്ന എന്താ പ്രശ്നമെന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. സുധീഷിനെ കണ്ട അവർക്കെല്ലാം ദേഷ്യം വരുമെന്നും വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്നും താൻ പോയി വാങ്ങിയിട്ട് വരാമെന്നും നിധി പറയുമ്പോഴേക്കും എങ്ങനെ തനിയെ അങ്ങോട്ട് പോകുമെന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ലെന്നും തക്കലയ്ക്ക് ഇവിടുന്ന് ബസ് ഉണ്ടാവില്ലേ എന്നും താൻ ബസ്സിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വരാമെന്നും നിധി പറയുന്നുണ്ട്. അങ്ങനെ തനിച്ചു പോകണ്ടെന്നും താൻ കൂടെ വരാമെന്നും സുധീഷ് പറയുമ്പോൾ അതൊന്നും വേണ്ടെന്നും ജോലി ഒഴിവാക്കി എന്തിനെന്റെ കൂടെ വരണമെന്നും അവിടെ എനിക്ക് അറിയാത്ത സ്ഥലമൊന്നുമല്ലല്ലോ, താൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാമെന്ന് നിധി പറയുന്നുണ്ട്. അവൾ റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞു പോകുമ്പോഴേക്കും സുധീഷ് സുഭാഷിനോടായി അവളെ തനിയെ വിടുന്നത് ശരിയല്ലെന്നും അതിൽ എന്തോ ഒരു പ്ലാൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അവൻ പറയുന്നുണ്ട്. എന്തിനാ അവളോട് തനിച്ച് പോകാൻ പറഞ്ഞെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ തനിയെ പോകണമെന്ന് അവൾ തന്നെയല്ലേ പറഞ്ഞതെന്ന് സുഭാഷും. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ ഞാൻ കൂടെ പോണെന്ന് വിചാരിച്ചാലും വാടകയ്ക്ക് കാർ എടുക്കണം, കയ്യിലാണെങ്കിൽ കാശുമില്ല. അവളെ തനിച്ചു വിടേണ്ടെന്നും സുഭാഷേട്ടൻ അതിന് സപ്പോർട്ട് ചെയ്യേണ്ടെന്നും സുധീഷ് പറയുന്നുണ്ട്. ഇതിൽ താനെന്ത് സപ്പോർട്ട് ചെയ്തു? നീ വേണമെങ്കിൽ അവളോട് സംസാരിച്ച് അവളുടെ കൂടെ പോയിക്കോ എന്ന് സുഭാഷ് പറയുമ്പോൾ അവളല്ലേ എന്നോട് വരേണ്ടെന്ന് പറഞ്ഞത്, ഇപ്പൊ പോയി ഞാൻ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ അത് തമ്മിൽ വഴക്കാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവളെ തനിച്ചു വിടാനും തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ആലോചനയോടെ നിന്നോണ്ട് സുഭാഷിനോട് അവളുടെ കൂടെ പോവാനായി പറയുന്നുണ്ട് സുധീഷ്. തനിക്ക് സൈറ്റിൽ കുറെ അധികം ജോലിയുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ അനിയന്റെ കാര്യത്തിന് വേണ്ടി ഒരു ദിവസം ലീവാക്കിക്കൂടെ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ലെന്നും സൈറ്റിൽ നിന്ന് എഞ്ചിനീയർ വരുമെന്നും താൻ അവിടെ തന്നെ കാണണമെന്നും സുധീഷിനോടായി പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നികേഷിനോടായി നിനക്ക് എന്തെങ്കിലും തിരക്കുണ്ടോന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. തനിക്കൊരു തിരക്കുമില്ലെന്നും താൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലെന്നും നികേഷ് ചോദിക്കുമ്പോൾ
നീ ഏട്ടത്തിയമ്മയുടെ കൂടെ പോവുമെന്ന് സുഭാഷ് അവനോടായി ചോദിക്കുന്നുണ്ട്. അവനത് സമ്മതിക്കുമ്പോഴേക്കും നിധിയും റെഡിയായി അങ്ങോട്ടെത്തുന്നുണ്ട്. അവളോട് തനിയെ പോകണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ തനിക്ക് സുധീഷിനെയും കൊണ്ടുപോകാൻ പ്രശ്നമൊന്നുമില്ലെന്നും പക്ഷേ സാന്ദ്ര എടുത്തിയ സുധീഷിനെയും കൊണ്ട് വരണ്ടെന്ന് പറഞ്ഞതെന്നും അത് പ്രശ്നമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമെന്നും നിധി പറയുമ്പോഴേക്കും അപ്പോൾ ഇതിൽ എന്തോ ഒരു ചതിയുണ്ടല്ലോ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലെന്ന് സുഭാഷ് അവനെ വഴക്കു പറയുമ്പോഴേക്കും പിന്നെ ഞാൻ എന്തിനു വരണ്ടാന്ന് അവർ പറയണം എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ചേട്ടത്തി അങ്ങനെയല്ലേ പറഞ്ഞത്, അതിനെന്തെങ്കിലും കാരണമുണ്ടായിരിക്കുമെന്നും അച്ഛനും ചേട്ടനും വീട്ടിലില്ലാത്ത സമയത്താണ് സാന്ദ്രയിടത്തി അത് പുറത്തേക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞതെന്നും എനിക്ക് വേണ്ടി അവർ അത്രയും വലിയ ഒരു റിസ്ക് എടുക്കുകയല്ലേ, അതുകൊണ്ടാ ഞാൻ മാത്രം പോയിട്ട് വരാമെന്ന് പറഞ്ഞതെന്ന് നിധി പറയുന്നുണ്ട്. സുഭാഷും അത് സമ്മതിച്ചോണ്ട് തനിക്കത് മനസ്സിലാവുമെന്നും അവര് പറഞ്ഞതുപോലെ സുധീഷിനെ കൂട്ടിക്കൊണ്ടു പോവേണ്ടെന്നും നീ തനിച്ചു പോവേണ്ടെന്നും നികേഷിനെ കൂടെ കൂട്ടിക്കോ എന്നും സുഭാഷ് പറയുന്നുണ്ട്. അവനെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുത്തേണ്ടെന്ന് നിധി പറയുമ്പോ തനിക്ക് എന്ത് കഷ്ടപ്പാട്, താൻ ഈ വീട്ടിലിരുന്ന് ബോറടിക്കുകയാണെന്നും താൻ കൂടെ വരാമെന്നും തനിക്കും തക്കലയെല്ലാം കാണാമല്ലോ എന്നും നികേഷും പറയുന്നുണ്ട്. നിധി അത് സമ്മതിക്കുമ്പോഴേക്കും അത് സുധീഷിന് ഓക്കെ അല്ലെന്നും അവൾ നികേഷിനെയും കൂട്ടി പോട്ടെ എന്നും സുഭാഷ് പറയുമ്പോഴേക്കും സുധീഷും നികേഷിനോടായി താൻ ഇടയ്ക്കിടയ്ക്ക് അവനെ മൊബൈലിൽ വിളിക്കുമെന്നും അവിടെ എന്താ നടക്കുന്നതെന്ന് പറയണമെന്നും പറയുമ്പോഴേക്കും നികേഷും അത് സമ്മതിച്ചുകൊണ്ട് റെഡി ആവാനായി പോകുന്നുണ്ട്. അങ്ങനെ സാന്ദ്ര വിളിച്ചതനുസരിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായി നിധി നികേഷിനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നിധിയെ അവരെല്ലാം കൂടി അവിടെ പിടിച്ചു നിർത്തുമോ എന്നും അവൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുമോ എന്നുള്ള വിശേഷങ്ങളുമൊക്കെയായി പുതിയൊരു എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.